Hi Cadets, and welcome back to my channel. Cadets, നിങ്ങളും 2026 ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിലേക്ക് തിരഞ്ഞെടുക്കുന്ന കേഡറ്റ് ആണോ എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് സിലബസ് അപ്ഡേറ്റഡ് കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന അതേ സിലബസ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മെഡിക്കൽ അസിസ്റ്റൻറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതോടൊപ്പം നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, കുട്ടികളെ എം എ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡ് അഗ്നിവീർ കാറ്റഗറിയിൽ പെടുന്നതല്ല. ഇത് പെർമനൻറ്റ് ജോബാണ്, മെഡിക്കൽ ഫീൽഡാണ് ഇവിടെ നിങ്ങളുടെ ജോബായിട്ട് വരുന്നത്. നല്ലൊരു ജോബാണ്. ഇന്ത്യൻ ആർമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ട്രേഡാണ് നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ നേവിയുടെ കാര്യം പറഞ്ഞാൽ അവിടെയും മെഡിക്കൽ അസിസ്റ്റൻ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഈ ഒരു പെർമനൻറ്റ് ജോലി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഫുൾ കാണുക. ഈ സിലബസ് എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളും 2026 മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്ന ട്രേഡിലേക്ക് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിൽ ഈ സിലബസിലുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആന ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർ സിലബസ് എല്ലാ ടോപ്പിക്കും, ഒരു ടോപ്പിക്ക് പോലും നമ്മൾ മിസ് ചെയ്യത്തില്ല. ഈ ടോപ്പിക്ക് എല്ലാം കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ ചാൻസ് ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. ഇതോടൊപ്പം തന്നെ സ്റ്റേജ് 2ലേക്കുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ സ്റ്റേജ് 2ൻ്റെ SRT ആൻഡ് GDയുടെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അതായത് കുട്ടികളെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പ്ലേസ് വരുന്നിടം വരെ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ ട്രെയിനിങ്ങും ക്ലാസ്സുകളും SRTയും GDയും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് സെയിൽ ചെയ്യുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. കാരണം ഡിഫൻസിലെ എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡ് അഗ്നിവീർ കാറ്റഗറിയിൽ പെടുന്നതല്ല. മിക്ക കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. വേക്കൻസി നല്ലപോലെ ഉണ്ട്. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് തയ്യാറെടുക്കുന്നത്. കാരണം അവയർനെസ് വളരെ കുറവാണ്. നിങ്ങളും ഫോം ഫില്ല് ചെയ്തൊരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിൻ്റെ കംപ്ലീറ്റ് സിലബസ് അപ്ഡേറ്റ് ആണ്. എക്സാം ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇൻടേക്ക് ഏതാണ് കുട്ടികളെ? 02/2027 ഇൻടേക്കാണ്. കുട്ടികളെ, നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് സെപ്റ്റംബർ 22-നാണ്. ഈ ഡേറ്റിൽ തന്നെ പ്രോപ്പറായിട്ട് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടാവുന്നതായിരിക്കും. ഇന്ന് ഡേറ്റ് എത്രയാണ് കുട്ടികളെ? ഇന്ന് ആഗസ്റ്റ് 14ആണ്. ഇനി നിങ്ങളുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങളും ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുൾ കാണുക. കാണുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾ പഠിക്കുന്നിടത്ത് ഈ സിലബസ് എല്ലാം കവർ ചെയ്യുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. അവിടെ കവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. കാരണം ഇനി നിങ്ങളുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. സെപ്റ്റംബർ 22-നാണ് എക്സാം സ്റ്റാർട്ടാവുന്നത്. ഇന്ന് ആഗസ്റ്റ് 14ആണ്. അതുപോലെ ഇനി അങ്ങോട്ട് ഓണം സെലിബ്രേഷനും വരികയാണ്. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ കുട്ടികളും പഠിക്കണം. വേക്കൻസിയും ഒത്തിരി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ സബ്ജക്റ്റ് അപ്ഡേറ്റഡ് കാര്യങ്ങൾ നോക്കാം. അതായത് എക്സാം പാറ്റേൺ നോക്കൂ കുട്ടികളെ. ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ 20 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. രാഗയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ. രാഗ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് നമുക്ക് നോക്കാം. റീസണിങ്ങിൽ നിന്ന് 15 ക്വസ്റ്റ്യൻ വരും. അതേപോലെ കുട്ടികളെ മാത്സിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ വരും. പിന്നെ GK ആൻഡ് GSൽ നിന്ന് 7 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. ഇതേ രീതിയിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിൻ്റെ എക്സാം പാറ്റേൺ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ എക്സാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 45 മിനിറ്റ്സ് ആണ്. 50 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതം ലഭിക്കുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ സ്റ്റേജ് 1-ൽ നിങ്ങൾ എത്ര മാർക്കാണ് സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത്. സ്റ്റേജ് 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേവിയുടെ കാര്യം പറഞ്ഞാൽ സ്റ്റേജ് 1 അല്ല, അവിടെ സ്റ്റേജ് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേജ് 2-ൽ ഓഫ്ലൈനുള്ള എക്സാമിൽ എത്ര മാർക്കാണ് സ്കോർ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും ഫൈനൽ സെലക്ഷൻ. അപ്പോൾ നിങ്ങൾ എയർഫോഴ്സിൽ നടക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ സ്റ്റേജ് 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേജ് 2 നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. അപ്പോൾ സ്റ്റേജ് 1-ൽ ഒരു ഡിലേ നിങ്ങൾ കാണിക്കരുത്. അത്ര നല്ലപോലെ വേണം നിങ്ങൾ പഠിക്കേണ്ടത്. എങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബ് നേടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്, അതേപോലെ തന്നെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് നമുക്ക് നോക്കാം ഇംഗ്ലീഷിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നിങ്ങളോട് കാണുന്നത്. ആർട്ടിക്കിൾസ്, ടെൻസ്, പ്രൊനൗൺ, നരേഷൻ, വോയിസ്, പ്രൊപ്പോസിഷൻ, ക്വസ്റ്റ്യൻ ടാഗ്, കൺജക്ഷൻ, നൗൺ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ്, മോഡൽ വെർബ്, സെൻറ്റൻസ്, അഡ്ജക്റ്റീവ്സ്, ഇഫ് ക്ലോസ് ആൻഡ് വൊക്കാബുലറി. വൊക്കാബുലറിയിൽ തന്നെ പല പാർട്സ് ഉണ്ട്. ആൻറ്റോണിയംസ്, സിനോണിയംസ്, വൺ വേർഡ്, മിസ്പെൾഡ്, ഇതേപോലെ പല കാറ്റഗറി ഉണ്ട്. അതുകൂടി നമ്മൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. ഇത്രയുമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്. ഇവിടെ നിന്ന് ടോട്ടൽ നിങ്ങൾക്ക്
20 ക്വസ്റ്റ്യൻ 20 മാർക്സ് ലഭിക്കുന്നതായിരിക്കും. ഇത്രയും തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം കേട്ടോ കുട്ടികളെ. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നോക്കാം ഫിസിക്സ്. ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, ഫോഴ്സ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ഹീറ്റ്, ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി, പവർ, സൗണ്ട്, ഇലക്ട്രിസിറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഇത്രയും ടോപ്പിക് തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. ഇനി നമുക്ക് കെമിസ്ട്രി നോക്കാം. കെമിസ്ട്രിയിൽ നിന്നുമുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ആസിഡ് ബേസ് സാൾട്ട്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, ആറ്റോമിക് സ്ട്രക്ചർ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, പീരിയോഡിക് ടേബിൾ. ഈ ടോപ്പിക്കെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ബയോളജി ആൻഡ് പൊളിറ്റി ആണ്. ബയോളജിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ഡിസീസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, ബയോളജിയിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സ് കൂടി ഉണ്ട്, അത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ആ ടോപ്പിക് കൂടി തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. കാരണം മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡ് തന്നെ ബയോളജി എന്നൊരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ബയോളജിയുടെ കുറച്ച് ടോപ്പിക് കൂടി തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം കേട്ടോ കുട്ടികളെ. നെക്സ്റ്റ് ആണ് പൊളിറ്റി, മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ആർട്ടിക്കിൾസ് ആൻഡ് പ്രിയാമ്പിൾ. ഇത്രയും നിങ്ങൾ തീർച്ചയായിട്ടും കവർ ചെയ്തിരിക്കണം. ഇനി ജോഗ്രഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ മൗണ്ടൻ, റിവേഴ്സ് ആൻഡ് സോയിൽസ്, സ്റ്റാറ്റിക് ജി കെ, പിന്നെ ഹിസ്റ്ററി, ഫ്രീഡം മൂവ്മെൻറ്റ്. ഇത്രയും ജി കെയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇനി നമുക്ക് മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. LCM, HCF, സിംപ്ലിഫിക്കേഷൻ, റേഷ്യൻ പ്രപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മെൻസുറേഷൻ, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, ആവറേജ്, സർഫസ് ഏരിയ, ട്രിഗ്നോമെട്രി, പെർസെൻറ്റേജ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഫ്രാക്ഷൻ, പ്രോബിലിറ്റി. ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് മാത്സിൽ നിന്നുള്ള. ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഒരു ചാപ്റ്റർ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്ക് റീസണിങ്ങിൻ്റെ നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റേജ് ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ സബ്ജക്റ്റാണ് റീസണിങ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഇംഗ്ലീഷിനാണ്, അതിനുശേഷം റീസണിങ് ആണ്. തീർച്ചയായിട്ടും എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിരിക്കണം, വെർബലും അതേപോലെ തന്നെ നോൺ വെർബലും. നോക്കൂ കുട്ടികളെ, വെർബൽ ടോപ്പിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്പർ സീരീസ്, അൽഫബറ്റിക് സീരീസ്, ഡയറക്ഷൻ, റാങ്കിങ്, ക്ലോക്ക്, assign artificial values of mathematical digits, inserting correct mathematical sign, coding and decoding, blood relation, dictionary words, analogy and classification. ഇനി നോൺ വെർബൽ ചാപ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മിറർ ആൻഡ് വാട്ടർ ഇമേജ്, പേപ്പർ ഫോൾഡിംഗ് ആൻഡ് കട്ടിംഗ്, ഫിഗർ സീരീസ് ആൻഡ് എംബഡഡ് ഫിഗേഴ്സ്, കൗണ്ടിങ് ജോമെട്രിക്കൽ ഫിഗേഴ്സ്, വെൻ ഡയഗ്രാം, ഡൈസ്, നമ്പർ പേഴ്സൽ, നോൺ വെർബൽ, അനലോജി ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഇത്രയും ടോപ്പിക് തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒഫീഷ്യലായിട്ടുള്ള കറക്റ്റ് അപ്ഡേറ്റാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിലും ഒന്ന് ക്രോസ് ചെയ്ത് നോക്കിക്കോളൂ കുട്ടികളെ. ഇത്രയും ടോപ്പിക് തീർച്ചയായിട്ടും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. ഒന്നുപോലും സ്കിപ്പ് ചെയ്യരുത്. മനസ്സിലായി, ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റേജ് വളരെ കൂടുതലുള്ള രണ്ടാമത്തെ സബ്ജക്റ്റാണ് റീസണിങ്. ഇത്രയും കവർ ചെയ്തിരിക്കണം. അപ്പോൾ റീസണിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. 15 ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വരുന്നതാണ്. 15 മാർക്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് കേട്ടോ കുട്ടികളെ. അപ്പോൾ നമ്മുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. GK ഏതൊക്കെ കവർ ചെയ്യണം, GS ഏതൊക്കെ കവർ ചെയ്യണം, ഇംഗ്ലീഷ് ഏതൊക്കെയാണ്, മാത്സ് ഏതൊക്കെയാണ്, റീസണിങ് ഏതൊക്കെയാണ്, എല്ലാ ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ, ഇതനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ആന ഡിഫൻസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെമോ ക്ലാസ്സും അവൈലബിൾ ആണ്. ഇതേ സെയിം ചാനൽ തന്നെ നമ്മൾ ഡെമോ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കയറി കാണുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജോയിൻ ചെയ്യുക. വീക്കിലി നമ്മൾ 6 ദിവസവും ലൈവ് സെക്ഷൻ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. SSC GD ഉണ്ട് ലൈവ്, എയർഫോഴ്സിൻ്റെ ഉണ്ട്, നേവിയുടെ ഉണ്ട്, ആർമിയുടെ ഉണ്ട്. ഏത് ലൈവ് സെഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി കാണാം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാ അപ്ഡേറ്റും എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളും 2026 തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എയർഫോഴ്സ് എക്സിന് 20 മോക്ക് ടെസ്റ്റ്, വൈഡ് 30 മോക്ക് ടെസ്റ്റ്, മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നൊരു ട്രേഡിൻ്റെ 30 മോക്ക് ടെസ്റ്റ്. ഇത്രയും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. ഇഷ്ടമുള്ള സമയത്ത് ആ ക്ലാസ്സുകൾ കയറി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കുട്ടികൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഒട്ടും മടിക്കാൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. SRT ആൻഡ് GD ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഡിഫൻസിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഫൈനലി 2 നമ്പർ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഇത് ഹെൽപ്പ് ലൈൻ നമ്പറാണ് നമ്മുടെ അക്കാഡമിയുടേത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഈ നമ്പറിലേക്ക്. നിങ്ങൾ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ അക്കാഡമിയിൽ ഏതെങ്കിലും കോഴ്സിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ 2 നമ്പറും എല്ലാ കുട്ടികളും നിങ്ങളുടെ ഫോണിൽ തീർച്ചയായിട്ടും സേവ് ചെയ്തിരിക്കണം. കാരണം ഡിഫൻസിലയുടെ അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്ന ഓരോരു പ്ലാറ്റ്ഫോം ആന ഡിഫൻസ് അക്കാഡമി മാത്രമാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് കോൾ ചെയ്യാവുന്നതാണ്. ഇത് വാട്സപ്പ് നമ്പർ, ഇതാണ് കോളിംഗ് നമ്പർ. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളും എയർഫോഴ്സിൻ്റെ നടക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. കീപ് മൂവിങ്. ജയ് ഹിന്ദ്.